ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു കട്ടൻ ചായയൊക്കെയായിട്ട് ബാൽക്കണിയിൽ പോയി നിൽക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എഴുന്നേറ്റപ്പോൾ 7 മണിയായി. 7 മണിക്ക് ശേഷം ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച അത്ര രസമൊന്നുമില്ല. കാരണം നേരെ ഫ്രണ്ടിൽ റോഡും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇൻഫോ പാർക്കും ഒക്കെയാണ്. അപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എന്തായാലും ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോഴാണ് പനീറില്ല എന്ന് കണ്ടത്. പിന്നെ പനീറും പിന്നെ കുറച്ച് പാലക്കും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെപ്റ്റോ കയറി. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കാം. ഇതിവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ഞാൻ വളരെ എക്സ്പേർട്ടാണ്. പക്ഷേ പാലക് ചപ്പാത്തി ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. പാലക് ഇറ്റ്സെൽഫ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാറുമില്ല. എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ചാലും ബെറ്റർ ആയിട്ടാണ് പാലക് ചപ്പാത്തി വന്നത്. കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. പാലക്ക് ജസ്റ്റ് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ അരച്ച് ആ പേസ്റ്റിലാണ് ഞാൻ ഗോതമ്പ് മാവ് കുഴച്ചത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ. എന്തായാലും ചപ്പാത്തി നന്നായിരുന്നു. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛനും മോനും പൂളിൽ പോയിട്ടുണ്ടായി താഴെ. അവർ പൂളിലൊക്കെ പോയി വന്നപ്പോഴേക്കും വൈകി. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് മോന് കഴിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അവർ അച്ഛനും മോനും റെഡിയായി പോവാണ്. ഇവരെ രാവിലെ റെഡിയാക്കി വിടുന്ന അത്രയും വലിയൊരു ടാസ്ക് വേറെ ഇല്ല. അതല്ലെങ്കിലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇവരൊന്ന് റെഡിയാക്കി പറഞ്ഞു വിടുക എന്നുള്ളത് വലിയ ചാലഞ്ചിങ് അല്ലേ. എന്തായാലും രണ്ടുപേരും എനിക്ക് ടാറ്റ പറഞ്ഞത് ലിഫ്റ്റിലേക്ക് കയറി. ഞാൻ തിരിച്ച് റൂമിലേക്കും വന്നു.